നീണ്ട 15 കൊല്ലം. ഉള്ളിന്ന് പറ ഉള്ളിന്ന് പറ. സാലറി ഒന്നും തരാറില്ല, പണിയെടുപ്പിക്കണം. ബാലപീഡനമാണ്, ബാലപീഡനം. ഇന്നലെ എന്റെ ആഭരണ പെട്ടി കണ്ടായിരുന്നു, ഡയമണ്ടിന്റെ. ഈ പേജിൽ നീ എന്നെ കളിയാക്കിയായിട്ട് 1-2 പേര് ഷാനിക്ക കാണണ്ടെന്ന്. എന്റെ പൈസ കൊണ്ടൊന്നും മേടിക്കണുണ്ടോ? ഷംനയ്ക്ക് കമ്പനി നല്ല പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഷംനക്ക് ചോദ്യത്തിൽ പറഞ്ഞു ഷംനയുടെ സാലറി എത്രയെന്ന് ചോദിച്ച ഒരാൾ ചോദിച്ചിട്ടുണ്ടായി. ആണോ? അത് ഞാൻ കണ്ടില്ല. സാലറി ഒന്നും തരാറില്ല, പണിയെടുപ്പിക്കണം. ബാലപീഡനമാണ്, ബാലപീഡനം. നീണ്ട 15 കൊല്ലം. ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു ഇന്നലെ. ഇന്ന് ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഉമ്മി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബീഫ് നമ്മൾ വേവിച്ചു, ക്രഞ്ച് ചെയ്തെടുത്തു മിക്സിയിൽ. അത് കുറച്ച് ബാക്കി വെച്ച്, കുറച്ച് ഓവറായി, അത് നാളെ എടുക്കാം. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ ബീട്രൂട്ട് ക്യാരറ്റ് കട്ട്ലേറ്റിന്റെ അവസാന ഘട്ടം. വന്നല്ലോ വനമാല. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ടേ പണി തന്നില്ല എന്ന് പറയരുത്. കൈ കഴിയായിരുന്നു ചേട്ടൻ. ഉരുട്ടിക്കോളൂ ഇങ്ങനെ, അറിയാവോ? മറ്റേ പരീക്ഷക്ക് പേപ്പറിൽ കോപ്പി അടിക്കണ പോലെ. ഞാൻ ഇത്ര സെറ്റ് ചെയ്തത് ഞാനല്ലേ. ഞാൻ എത്ര ചെയ്തെന്നാലും നിനക്കൊരു ഇതില്ലല്ലോ ജിനു. ക്യാമറ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും ചെയ്യണില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉണ്ടാക്കുമ്പോ നോണ മാത്രം പറയുള്ളൂ. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, അതല്ലേ. അപ്പൊ എല്ലാരും ഓർക്കും ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ കൊടുക്കുന്നത്. അല്ല കേട്ടോ, ഞാൻ പീച്ചണ ഇപ്പുറത്തെ കൈ വെച്ചാ. എനിക്ക് വശം വലത്തെ കൈയാ. ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പവും ബീഫ് റോസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നാളെ ഫെബ്രുവരി 20-ാം തീയതിയാണ് അല്ലെ ഷംന? എന്താ പ്രത്യേകത? നീണ്ട 15 കൊല്ലം. 15 കൊല്ലം ഫെബ്രുവരി 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 12:30 മണിക്ക് ആലപ്പുഴയിലെ ചന്ദ്രൂർ 11:30 മണിയുടെ 12 മണിക്ക് ആലപ്പുഴ ചന്ദ്രൂരിലെ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു എൻ്റെ ഷംനയുടെ വിവാഹം. ഈ വൈകിയ വേളയിൽ ഷംനയ്ക്ക് പറയാനുള്ള എന്താ നമുക്ക് കേൾക്കാം. എന്താണ് ഷംന നിനക്ക് ഇതുകൊണ്ട് തോന്നിയത്? എന്താണ് തോന്നിയിട്ടുണ്ട്? എന്താണ് നിനക്ക് ഒറ്റ വാക്കിൽ പറയാൻ ഉത്തരവില്ല. പറയൂ, ഹാപ്പിയാണോ? അതെ ഷംന, ഉള്ളിൻ്റെ ഉള്ളിൽ അതേ ഹാപ്പിയാണില്ലേ? ഉള്ളിന്ന് പറ. ഞാൻ നെട്ടൂർ ഷോപ്പ് ഇടുന്നതിന് മുമ്പാണ് ഇവരുടെ കല്യാണ കേസ് വന്നത്. അതിനുശേഷം ആ കല്യാണം പാളിപ്പോയി. പിന്നെ 2ാമത് കല്യാണം വന്നു. ഒരു ജനുവരിയിൽ കല്യാണം വന്ന് ഫെബ്രുവരി മാസം കൊണ്ട് കല്യാണം നടത്തി. ആദ്യം തന്നെ പറയാം, ഒരു ക്രൂരനായിരുന്നു. ക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഫെബ്രുവരി 20-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. തീർച്ചയായിട്ടും അങ്ങനെ 2011 കല്യാണം കഴിഞ്ഞു. 2011 തന്നെ ഡിസംബർ 31-ാം തീയതി ഫത്തഹ് ജനിച്ചു. അതിനുശേഷം 2016 ഫെബ്രുവരി 4-ാം തീയതി ഇമ്രു വന്നു. അല്ലേ, ശരിയല്ലേ? തെറ്റാണെന്ന് നോക്കണം, നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എപ്പോഴും പ്ലസ് കിട്ടിയത് നിനക്കാണെന്നുള്ള എനിക്ക് സന്തോഷമുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെയല്ലേ? കാരണം വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇയാള് അത്ര പാവവും ആ സ്മൈലൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടമെന്ന് പറഞ്ഞത് ആ സംഭവമൊക്കെ ഓക്കെയാണ്. എങ്കിലും ചില സമയത്ത് മെനകെട്ട സ്വഭാവങ്ങളുണ്ട്. ആ കേസ് മെനകെട്ട സ്വഭാവം കുശുമ്പും കുഞ്ഞായ്മയാണ് മെയിൻ ആയിട്ടുള്ള. കുശുമ്പെന്ന് പറയുന്നത് കണ്ണെടുത്ത് കുശുമ്പിന്റെ ഉസ്താദാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ദേഷ്യം, ആ ദേഷ്യം ഇപ്പൊ എനിക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കേസ് അങ്ങനെ 15 കൊല്ലമായിട്ട് ഷംനയും ഞാനും കൂടിയുള്ള ജീവിതം വളച്ചോം കാലത്ത് റാഹത്തായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ഡിയർ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൈ ഡിയർ. സർജ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. എങ്ങനെ നമ്മൾ ബിസിനസ്സും ഹോം വീടും കൂടെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ളത്. എന്താ ഒച്ചയില്ല. സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഷോപ്പിൽ പോകുന്നു, നമ്മൾ വീട്ടിലെല്ലാം ഒതുക്കിയിട്ട് വേണ്ടേ പോകാൻ. ഷോപ്പിൽ പോകുന്നു, വീഡിയോ എടുക്കുന്നു, തിരിച്ചു വരുന്നു, ഷോപ്പിലെ കാര്യം. അതിലുപരിയാണ് വീട്ടിലെ കാര്യം. 3 മക്കളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫസ്റ്റ് ഷാനവാസ്, സെക്കൻഡ് ഫത്തും, 3ാമത്തെ ഇമ്മുറും. ഫത്തും ഇമ്മുറും വലിയ കുഴപ്പമില്ല, പക്ഷെ ഷാനവാസിനെ കൊണ്ട് ഭയങ്കര പാടാണ്. എല്ലാം ചെയ്തു കൊടുക്കണം നമ്മൾ ഈ 3 പേർക്ക്. പക്ഷെ പിള്ളേര് കുറച്ചും കൂടെ വലുതാകുമ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ?